ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ പേർക്ക് യമാനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ടൈം. അപ്പോൾ മച്ചമാരെ, എനിക്കും അങ്ങനെ ഇന്ന് എന്താ പറയുക 3 അക്കൗണ്ടിൽ ഒരു കിടിലൻ എന്താ പറയുക എപ്പിക് കാർഡ് കിട്ടിയ വീഡിയോ ആണ് മച്ചമാരെ. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ടൈം കാർഡും ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മച്ചമാരെ, എന്തായാലും ഞാൻ ഹാപ്പിയായി. കാരണം 2 വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഡെയിലി ഗെയിമിലാണ് മച്ചമാരെ അടിപ്പിച്ചടിച്ചു. നമ്മുടെ റിക്യുപ്പേ ഒരെണ്ണത്തിൽ വിക്ടർ ബയ്യ, മറ്റൊന്നിൽ സർജിനോ അടിച്ചു. അപ്പോൾ എന്തായാലും കിട്ടലും 3 കാർഡുകൾ ഒന്നിച്ച് തന്നെ ഞാനങ്ങ് കറക്കി. അപ്പോൾ എന്തായാലും 3 അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മച്ചാമാരെ, നിങ്ങൾക്കും കുറേ പേർക്ക് അടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 200 കോയിനും ഫ്രീ ട്രയലൊക്കെ യമാനിലൊക്കെ കിട്ടിയവർ കുറേ പേര് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരും കിട്ടി. അതേപോലെ തന്നെ മൺഡേ പാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഗൈസ് പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകാം മച്ചാമാരെ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗീവ് അവേ ഒക്കെ ഓൺ ദ വേ ആണ് മച്ചാമാരെ. എന്തായാലും നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ അടിച്ചത് ഞാൻ എന്തായാലും വഴിയെ പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് എപ്പിക് ആയിട്ടുള്ള കാർഡ് കിട്ടി മച്ചാമാരെ. ഓൾറെഡി നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ വിക്ടറിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാർഡിന്റെ ഉള്ളിൽ കയറി വിക്ടറിനെ എടുത്തു. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മച്ചാമാരെ. ഓൾറെഡി ഇത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് അക്കൗണ്ട് നമ്മൾ മെയിൻ ലൈവ് ചെയ്തുകൊണ്ട് അത് പോയി, ആ റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പം വിക്ടറിനെ എടുത്ത് വീണ്ടും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. സിമ്പിൾ ആട്ടോ, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. പറയാൻ പറ്റില്ല മച്ചാമാരെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ഒരു 100 മാത്രം ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ആരും ഇടണ്ട കേട്ടോ മച്ചാമാരെ. അതിനുശേഷം വീണ്ടും ഞാനിത് ക്യാൻസൽ കൊടുത്തു. അതിനുശേഷം ഫ്രീ ട്രൈ കൊടുക്കുകയാണ് മച്ചാമാരെ. എന്തായാലും നോക്കി വെക്കാം, നമ്മുടെ ഈ ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നോക്കുകയാണ് മച്ചാമാരെ, ഒന്നും പറയാൻ പോലും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബേസ് കാർഡാണ് കിട്ടിയത്. കാരണം കുറേ പേർക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ യമാനിലേക്ക് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. നമുക്ക് ഇംഗ്ലീഷ് ലീഗിലുള്ള ഏതൊരു ഗോളി 13 നമ്പറാണ് കിട്ടിയത്, വൈനെ ഹെന്നസി, അതാണ് നമുക്ക് കിട്ടിയ ജി കെ പ്ലെയർ. അപ്പം മച്ചാമാരെ, ഞാൻ അടുത്ത പറഞ്ഞു ഓൾറെഡി ഈ ഒരു ജി കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നമുക്ക് ഡെയിലി ഗെയിം അങ്ങനെ ഞാൻ ഒരെണ്ണം കൊടുത്തു മച്ചാമാരെ. ഓൾറെഡി നമ്മുടെ ഈ ഒരു മെയിൻ അക്കൗണ്ടിൽ ഇന്ന് നമുക്ക് അങ്ങനെ വീണ്ടും വിക്ടർ ബൈനെയാണ് ഓൾറെഡി അടിച്ചത്. ഞാനിപ്പോൾ അടിച്ചപ്പോൾ തന്നെ എന്താ പറയുക റെക്കോർഡ് എടുത്ത വീഡിയോ ആണ്. ഓൾറെഡി നമുക്കങ്ങനെ ലാസ്റ്റിന് ഒരൊറ്റ പ്ലെയറും കൂടെ ബാക്കിയുള്ളൂ, കൊനാറ്റയും കൂടെ ഉള്ളപ്പം രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓൾറെഡി സർജിനോ കിട്ടി, 3ാമത്തെ അക്കൗണ്ട് റിക്കുപ്പയും കിട്ടി. അപ്പോൾ എന്തായാലും മച്ചാമാരെ നല്ലൊരു അടിപൊളി എന്തായാലും 3 ഒരേപോലെ അടിച്ചു. ആ ഒരു വീഡിയോ നമുക്ക് ഓൾറെഡി കിട്ടിയില്ല, കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ മച്ചാമാരെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മൺഡേ പാക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ മച്ചാമാരെ മൺഡേ പാക്ക് എന്ന് പറയുമ്പോൾ ഇത് സംഭവം ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്നിപ്പോ വന്നിട്ടുള്ളൂ. അതായത് ഒരു പരസ്യം 2 പരസ്യം കണ്ടു നമുക്ക് 5 രൂപ കിട്ടും. ഇവരിപ്പോ 5 രൂപ കിട്ടിയിട്ട് വലിയ കാര്യം, ഒരു ഡോളർ സൈനാണ് കാണിക്കുന്നത്. അപ്പം വേറെ എവിടുത്തെ ഒരു വീഡിയോ വന്നപ്പോൾ കാണിച്ചു തന്നു. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇറ്റാലിയൻ ലീഗ് സീസൺ ബെസ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ തിങ്കളാഴ്ചത്തെ. പിന്നെ ഓൾറെഡി മച്ചാമാരെ മിക്കവാറും ചിലപ്പം കുറച്ച് 3 ടീമുകളെ നിലവിൽ കാണിക്കുന്നുണ്ട് മച്ചാമാരെ പുതിയ ലൈസൻസിലായിട്ട്. എന്തായാലും ഒന്നും പറയാനില്ല, കാരണം ഒന്ന് ഡോർമണ്ട് ആണ്, പിന്നെ വേറൊരു ടീമും കൂടെ നിലവിൽ 2 കൂടെ ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ എന്താ അവസ്ഥ എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും വെച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇനി ചിലപ്പോൾ ടീമായിട്ട് വരിക. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അത്ര സുഖമൊന്നും തോന്നുന്നില്ല, കാരണം പണി തോന്നുന്നു. നമ്മുടെ ബയറിനെ കളഞ്ഞിട്ട് ഇവർ ഇതൊക്കെ ജേഴ്സി എടുത്തിട്ട് ആകെ കുടുങ്ങി. അപ്പൊ എന്തായാലും പോർട്ട്വേലൊക്കെ നിങ്ങൾക്ക് ആര് കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. നമ്മൾ ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, 8 മണിക്കാണ് ഡെയിലി. അപ്പൊ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.